makes us feel good, but don't ever cost a thing. Feeling almighty, no throne like a place at home. Warm bed, no trouble in head, hands held to walk ahead, smiles that are widely spread. Time flies as I hide from everything I don't want in life, worth every penny spent. Oh, where my heart is full. Oh, where you can always be found. IT ജോബ് ഉപേക്ഷിച്ച് സിനിമയിലേക്ക് വന്നപ്പോൾ താങ്കൾക്ക് സ്ട്രഗിൾസ് ഒന്നും ഉണ്ടായിരുന്നില്ലേ? എല്ലാ തുടക്കക്കാർക്കുള്ള പോലെ എനിക്കുണ്ടായിരുന്നു സ്ട്രഗിൾസ്. പിന്നെ സ്ട്രഗിൾസ് ആണല്ലോ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. താങ്കൾ തിരക്കഥ എഴുതിയ 3 സിനിമകളും വിജയമാണ്. സോ യു ആർ എ സക്സസ്ഫുൾ റൈറ്റർ. നോ. വൈ? എന്റെ കാലശേഷവും എന്റെ സിനിമകൾ ജനങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് ഞാൻ സക്സസ്ഫുൾ ആവുന്നത്. ഇതുവരെ ഒരു ഭാഗ്യ പരീക്ഷണം മാത്രം. താങ്കൾ മൊത്തം 3 കഥകളാണ് എഴുതിയിരിക്കുന്നത്. അതിൽ അവസാനം ഇറങ്ങിയ 2 ക്രിസ്ത്യ മതവിശ്വാസത്തിന് ഊന്നൽ കൊടുക്കുന്ന രീതിയിലാണ് താങ്കൾ പറയുന്നത്. ഇതിലൂടെ താങ്കൾ ഒരു ക്രിസ്ത്യ മതവിശ്വാസിയാണെന്ന് ജനങ്ങളെ അറിയിക്കുന്നതല്ലേ? ആ 2 തിരക്കഥയ്ക്കും അത് ആവശ്യമുള്ളത് മാത്രമാണ് ഞാൻ എഴുതിയത്. പിന്നെ നിങ്ങൾ പറയുന്ന പോലെ ഞാനൊരു ക്രിസ്ത്യ വിശ്വാസി തന്നെയാണ്, പക്ഷെ മതഭ്രാന്തുള്ളവനല്ല. എന്റെ വിശ്വാസം അത് എന്റേത് മാത്രമാണ്. സോ ജസ്റ്റിൻ സെബാസ്റ്റ്യൻ, താങ്കൾ ഇന്നീ നിലയിലെത്താൻ താങ്കളെ സഹായിച്ചത് ആരാണ്? എന്റെ അപ്പൻ. ഓ, അതെങ്ങനെ? എന്റെ അപ്പനോടുള്ള എന്റെ വെറുപ്പാണ് എന്നെ ഈ നിലയിലെത്തിച്ചത്. ആ വെറുപ്പാണ് എന്നെ ഒരു ഫാമിലി മാൻ ആക്കി മാറ്റി. അപ്പൊ സീനുണ്ടാവോ? തീരുന്നുണ്ടാവില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളി, ഞാൻ വരാം. കേട്ടോന്നോ? ശരി തന്നെ. ചേട്ടാ, പുറത്തു പോകുമ്പോ 2 പാക്കറ്റ് പാലും കൂടി മേടിച്ചേക്ക്. ഡാ, നീ എവിടെ പോയി കിടക്കായിരുന്നു? എവിടെയെങ്കിലും പോകുമ്പോ പറഞ്ഞിട്ട് പൊക്കൂടെ? ബാക്കിയുള്ളതിന് വേണ്ടിയാണ് തീർന്നു തന്നത്. കുളിച്ചിട്ട് വാ, ഞാൻ ചോറെടുത്ത് വയ്ക്കാം. നീ ആ കസേര എടുത്ത് വിടങ്ങ്. എന്നോട് പലവട്ടം പറഞ്ഞാൽ നീ എന്താ അനുസരിക്കാത്ത? എന്താ മനസ്സിലായില്ല? ഇല്ല, മനസ്സിലാവണല്ലോ. എനിക്ക് ഒട്ടും മനസ്സിലാവണല്ലോ. ഇനി എന്തെങ്കിലും ആയിപ്പോയി. നിങ്ങൾ എന്തീ പറയണത്? ആരെ കുറിച്ച് പറയണേ? എന്താടത്? നിനക്കറിയില്ല? നീ സിഗരറ്റ് വലിക്കണായിരുന്നു, നിനക്കറിയില്ല? സിഗരറ്റോ? നമ്മുടെ മോനോ? അതെ, നമ്മുടെ മോൻ തന്നെ. അവന് സിഗരറ്റ് വലിയുണ്ട്, വെള്ളാടിയുണ്ട്. ഇനി വേറെ എന്തൊക്കെയുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞ് നമുക്കറിയാം. കണ്ട നാട്ടുകാർ പറഞ്ഞോ? നീ സിഗരറ്റ് വലിക്കാൻ ഞാൻ കണ്ടോ? അപ്പൊ ഞാൻ കള്ളം പറയാം? അവൻ സിഗരറ്റ് ഒന്നും വലിക്കില്ല. എനിക്ക് അവന് വിശ്വാസം. വിശ്വസിച്ചോടി, നീ വിശ്വസിച്ചോ? ഞാൻ അവന് വിശ്വസിച്ചോ? ഞാൻ ഏറ്റവും വലിയ തെറ്റ്. ഇല്ല, എനിക്ക് അവന് വിശ്വാസം. വലിക്കില്ലല്ലോ, വലിക്കില്ലല്ലോ. ഞാൻ വലിക്കും. അമ്മയ്ക്ക് എന്താണ്? എന്റെ ശരീരം ഞാൻ നോക്കിക്കോളാം. അതിനാരും ഇത്ര വേവലാതിപ്പെട്ട കാര്യമൊന്നുമില്ല. വേവലാതി ഉണ്ടാവണോ? നിനക്ക് ഇത്ര തീറ്റിപ്പോയിട്ട് വളർത്തിയതല്ലേ? വേവലാതി കാണും. നിനക്ക് എത്ര സ്നേഹിച്ച ഞങ്ങൾ വളർത്തി. നിനക്ക് വേണ്ടി എന്തൊക്കെ ഞാൻ ചെയ്തു. ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഒന്നും മതി. ഞാൻ മുടി കയറി കയറി പോണേ. നാളെ
അപ്പോ അതിനുശേഷം എന്ത് സംഭവിച്ചു? അതിനുശേഷം ഞാൻ അപ്പനോട് മിണ്ടാണ്ടേ. ഈഗോ എനിക്കായിരുന്നു, അപ്പനതുണ്ടായിരുന്നില്ല. അപ്പം മിണ്ടാൻ കഴിവരൊക്കെ ഞാൻ ഒഴിഞ്ഞു മാറും. അപ്പോൾ ആ പ്രശ്നം താങ്കൾ സോൾവ് ആക്കാൻ ശ്രമിച്ചില്ല? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ ഈഗോ എനിക്കായിരുന്നു. അതിനുശേഷം എനിക്ക് ബാംഗ്ലൂരിൽ ജോലി കിട്ടുന്നത്. പോകുമ്പോ പോലും ഞാൻ എൻ്റെ അപ്പനോട് ഞാൻ പോവാന്ന് പറഞ്ഞില്ല. എന്തിന്? ജോലി കിട്ടിയാലും പോലും പറഞ്ഞില്ല. നീ പോണ കാര്യം അപ്പനോട് പറഞ്ഞു? പറയണേ. പറഞ്ഞിട്ട് പോടാ. എന്തിന്? നിങ്ങൾ തല്ലിയതാണോ പ്രശ്നം? അമ്മ, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാനിന്ന് വൈകുന്നേരം എന്തായാലും പോകും. പിന്നെ അപ്പനോട് പറയാണ്ടിരിക്കാം. അത് അമ്മയുടെ കാര്യം. ഞാനായിട്ട് ആ മനസ്സിലൊരു ഒരു അക്ഷരം വേണ്ടില്ല. പറ. നീയായിരുന്നാ? എന്താടാ അപ്പന്റെ ഫോണിൽ? നീ എവിടെയാ? ഞാൻ റൂമില്. നീ കാര്യം പറ. നീ പെട്ടെന്ന് നാട്ടിലേക്ക് വന്നെ. എനിക്ക് പോരാൻ പറ്റൊന്നുമില്ല. അയ്യോ, നീ വന്നോന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. അപ്പ 2 ദിവസം മുന്നേ ഹോസ്പിറ്റലായിരുന്നു. ഇന്നലെ ഡിസ്ചാർജ് വന്നേ ഉള്ളൂ. അപ്പൊ അമ്മ പറഞ്ഞ് നിന്നെ ഒന്ന് വിളിക്കാൻ. അതുകൊണ്ട് മാത്രം എന്നെ വിളിച്ച. നീ വരിക വരാണ്ടിരിക്കുക എന്തേലും കാണിക്കുക. ഹലോ, മോനെ, മോനെ, ഞാൻ വിളിച്ചിട്ട് എന്താ നീ ഫോൺ എടുക്കാതെ? മോനെ, നീ എവിടെയാ മോനെ? നീ എന്തോ ഒന്നും മിണ്ടാത്തെ മോനെ? കാണാൻ പറ്റുള്ള. ഞാൻ വിളിച്ചിട്ട് എന്താ നീ ഫോൺ എടുക്കാത്തെ? മോനെ, നീ എവിടെയാ മോനെ? നീ എന്തോ ഒന്നും മിണ്ടാത്തെ? നീ അപ്പനെ കൊണ്ടു. നീ പറഞ്ഞപ്പം മരിച്ചേ. നീ എന്തിനും കൊടുക്കുന്നേ? ആരുടെ വന്നേ?
അമ്മ അമ്മ നീ എന്നോട് മിണ്ടണ്ട. നീ ആദ്യം പോയി നിന്റെ അപ്പനോട് മിണ്ട്, എന്നിട്ട് നീ എന്നോട് മിണ്ടിയാ മതി. നിന്നോട് ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ? നിന്നെയൊക്കെ സ്നേഹിക്കാൻ മാത്രമാണോ ഞങ്ങള് സാധനങ്ങൾ വാങ്ങിച്ചു തരാൻ? നിന്നെ ഒന്നും ഞങ്ങൾക്ക് തല്ലിക്കൂടെ? നേർവഴിക്ക് നടത്താൻ പാടില്ലേ? അയച്ചു വിടാം. നീ പോയ പിന്നെ ആ മനുഷ്യനൊന്ന് ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. ചെറുതിനെ കൊണ്ടുനടക്കണേക്കാൾ കൂടുതലായിട്ട് ആ മനുഷ്യൻ നിന്നെ കൊണ്ടുനടക്കണം. എന്നിട്ടാ നീ ആ മനുഷ്യനോട് മിണ്ടാതിരിക്കണേ. നിന്നെ ഓർത്താൻ മനുഷ്യന്റെ മനസ്സൊന്ന് വേദനിച്ചാലുണ്ട്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പാവാടാ നിന്റെ അപ്പൻ. പോയി മിണ്ട്. എന്തിനാ അപ്പനോട് ദേഷ്യാണോ നിനക്ക്? നീ നന്നായി കാണണമെന്ന് ഓർത്തിട്ടല്ലടാ ഞാൻ ഇതൊക്കെ അല്ല എതിർത്തത്. എന്റെ കണ്ണടയണത് വരെയും എന്നെ കാണണമെന്ന് എനിക്ക് ആഗ്രഹം. അല്ലാതെ അപ്പന് നിന്നോട് എന്ത് ദേഷ്യം ഉണ്ടായിട്ടാ? ഇതെല്ലാം വലിച്ചു കയറ്റി വല്ല രോഗം വന്നു കഴിഞ്ഞാൽ അപ്പന് പിന്നെ ആരോ ഉണ്ട്. ഇനി നിനക്ക് എന്നോട് ദേഷ്യം മാറിയില്ലേ? എന്താ പറയാ, നീ എന്നൊന്നും തല്ലിക്കോ, പക്ഷെ മിണ്ടാതിരിക്കില്ലടാ. എനിക്കൊട്ടും സഹിക്കാൻ പറ്റും. എനിക്കെന്നോട് എനിക്കറിയാടാ. എന്താ ദേഷ്യാണ് എന്നോട്? എനിക്കാരോട് ദേഷ്യമില്ല. പിന്നെ നീ എന്താ എന്നോട് മിണ്ടാത്ത? ഒന്നുമില്ല. സോറി. വല്ലാതെ വാടല്ലേ പൂവേ, നീ എന്റെ കുഞ്ഞുമലല്ലേ, എന്നാളും നാം ഇനിയൊന്നേ, നീ എന്റെ പൂത്തണലല്ലേ, കണ്ണിൽ പിടങ്ങി പോകല്ലേ, കാണാതെ മാറല്ലേ കണ്ണേ, നമ്മൾക്ക് നാം തന്നെയല്ലേ, കൂടെ പിറന്നവരല്ലേ. അമ്മ എന്താ വിളിക്കണേ? ഇപ്പുറത്തേക്ക് ചേട്ടായി വാ. ആ മുടി ഒന്ന് ചീവിയൊക്കെ, പിന്നെ മുഖമൊക്കെ ഒന്ന് ഒട്ടേ. വേർപ്പുണ്ടോ? കുട്ടാ പാടെ നമുക്കൊരു ഫോട്ടോ എടുക്കാം. ൂടെ
പ്രശ്നമായിരുന്നു. ആയിരുന്നല്ലോ. അപ്പനെ വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? വഴക്ക് പറഞ്ഞിട്ടില്ല, പക്ഷെ തല്ലിട്ടുണ്ട്. തല്ലിയിട്ടുണ്ടോ? എന്നേക്കാ വലിയ അനുഭവമായിരുന്നു. എനിക്കൊരു ദുശീലം ഉണ്ടായിരുന്നു. അപ്പാപ്പൻ പലവട്ടം എന്നോട് നിർത്താൻ പറഞ്ഞു. ഞാൻ കേട്ടില്ല. സഹിയിട്ട് അപ്പാപ്പൻ ഒരു പ്രാവശ്യം അപ്പനെ തല്ലി. എനിക്ക് ഭയങ്കര കരച്ചിലൊക്കെ വന്നു. കരഞ്ഞു, നല്ലോണം കരഞ്ഞു. ഒരു 1.5-2 വർഷം അപ്പൻ അപ്പാപ്പനോട് മിണ്ടാണ്ടിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, അപ്പാപ്പൻ അന്ന് അപ്പനെ തല്ലിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നിങ്ങനെ നല്ലൊരു നിലയിലെത്തില്ലായിരുന്നു. മോൾക്കത് ഇപ്പൊ മനസ്സിലാവില്ല. നീ വളർന്ന് പഠിച്ച് നല്ല ജോലിയൊക്കെ നേടി സ്വന്തം കാലയിലൊക്കെ നിന്ന് ഒരു കല്യാണമൊക്കെ കഴിച്ച് ഒരു കൊച്ചൊക്കെ ഉണ്ടാവുമ്പോ അപ്പം പറയണത് മോൾക്ക് മനസ്സിലാവും. ഞാനെന്നാ പോണു. എടി, നീ വലുതായി കഴിഞ്ഞാ അപ്പനെ മറക്കും. മറക്കണേ മറക്കാം. പോയോ നീ? പോലെ ഇതൊരു പോലെ. ഇതൊക്കെ തന്നെ കൊണ്ടുകൂടെ? പിന്നെ നീ എന്തിനോടെ? വാടാതെ കണ്ണേ വീഴാതെ നീ നീറാതെ നെഞ്ചം തേങ്ങാതി നീ ആവുന്ന പോലെ തേടും